ദീപകിനെ കൊന്നത് ഒരു കയറോ കത്തിയോ അല്ല, ഒരു മൊബൈൽ ക്യാമറയാണ്. അതിന് പിന്നിൽ നിൽക്കുന്ന ലൈക്ക് വ്യൂ റീച്ച് വേട്ടക്കാരുടെ മനോഭാവമാണ്. ആ വീഡിയോ വീണ്ടും കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി തോന്നി. ഇതൊരു തെളിവല്ല, കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു നാടകമാണ്. ആദ്യ ഭാഗത്ത് ദീപക് ഒരു സാധാരണ യാത്രക്കാരനാണ്. ജോലിക്ക് പോവുകയോ മടങ്ങുകയോ ചെയ്യുന്ന ഒരു യുവാവ്. കയ്യിൽ ബാഗ്, തിരക്കേറിയ ബസ്സിൽ സീറ്റ് കിട്ടാതെ നിൽക്കുന്ന ഒരാൾ. അയാൾ ഒരു സ്ത്രീയെ നോക്കുന്നതുമില്ല, സ്പർശിക്കുന്നതുമില്ല, അസ്വാഭാവികമായി പെരുമാറുന്നതുമില്ല. അവൻ്റെ ശരീരഭാഷയിൽ കുറ്റബോധം കാണാനില്ല, കാരണം അവൻ കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ രണ്ടാം ഭാഗത്ത് ചിത്രം മാറുന്നു. സ്ലോ മോഷൻ, എഫക്റ്റുകൾ, നാടകീയത. ബസ് സ്റ്റോപ്പിലെത്തുന്നു. ആളുകൾ ഇറങ്ങാൻ തിരക്കുന്നു. ഈ തിരക്കിന്റെ നടുവിൽ ബാഗുമായി ഇറങ്ങാൻ ശ്രമിക്കുന്ന ഒരാളുടെ സ്വാഭാവിക ചലനം ലൈംഗിക അതിക്രമമായി മാറ്റിമറിക്കുന്ന എഡിറ്റിംഗ് കയ്യാങ്കളി. ശ്രദ്ധിച്ചു നോക്കിയാൽ സത്യം വെളിവാകും. ബാഗ് മുന്നിലെ യാത്രക്കാരുടെ ഇടയിൽ കുടുങ്ങുന്നു. അത് വലിച്ചെടുക്കുമ്പോൾ സംഭവിക്കുന്ന ആക്സിഡന്റൽ ടച്ച്. ഇതാണ് തെളിവ്. ഇതാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കുറ്റാരോപണത്തിന്റെ അടിസ്ഥാനം. ഇവിടെ ചോദിക്കേണ്ടത് ഇതാണ്: ഇറങ്ങാൻ തയ്യാറായി മാറി നിൽക്കുന്ന നിമിഷത്തിൽ എന്തുകൊണ്ടാണ് ക്യാമറ ഓൺ ആകുന്നത്? എന്തുകൊണ്ടാണ് സ്ലോ മോഷൻ ചേർക്കുന്നത്? എന്തുകൊണ്ടാണ് തിരക്കിന്റെ യാഥാർത്ഥ്യം മറച്ച് വില്ലൻ സൃഷ്ടി നടത്തുന്നത്? ഉത്തരം ലളിതമാണ്. വൈറലാകണം, റീൽ പറക്കണം, ഫോളോവേഴ്സ് കൂടണം, അതിനൊരാളുടെ ജീവിതം പോലും ബലിയാടാകട്ടെ എന്ന മനോഭാവം. ഇത് സ്ത്രീയുടെ സുരക്ഷയുടെ പോരാട്ടമല്ല, ഇത് ഡിജിറ്റൽ ലിഞ്ചിങ് ആണ്. തെളിവില്ലാതെ, കോടതിയില്ലാതെ, പ്രതിരോധത്തിന് അവസരം നൽകാതെ ഒരാളെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുറ്റവാളിയാക്കി കെട്ടിത്തൂക്കുന്ന ഓൺലൈൻ തൂക്കുകയറാണ് ഇത്. ഇതിലൂടെ നഷ്ടപ്പെട്ടത് ദീപകിന്റെ ജീവൻ മാത്രമല്ല, ബസ്സിലും ട്രെയിനിലും യഥാർത്ഥത്തിൽ പീഡനം നേരിടുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുടെ വിശ്വാസമാണ്. നാളെ അവർ സംസാരിച്ചാൽ സമൂഹം ചോദിക്കും, ഇതും ഒരു റീലാണോ? വൈറലാകാനുള്ള ഈ അശ്ലീല മത്സരത്തിൽ മനുഷ്യജീവിതത്തിന് വിലയില്ലാതാകുന്ന നിമിഷം നമ്മൾ എല്ലാവരും പ്രതികളാണ്. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ മനസാക്ഷി ഓഫ് ചെയ്യുന്ന സമൂഹമാണ് ദീപകിനെ കൊന്നത്.